ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാട്ടർമാർക്ക് ഇല്ലാതെ ഫ്രീ ആയി സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രീക്യാം 8 എന്ന സോഫ്റ്റ്വെയർ ആണ്. ഇനി നമുക്ക് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഗൂഗിൾ ക്രോമിൽ ഫ്രീക്യാം 8 എന്ന് സെർച്ച് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്ക് ഫ്രീക്യാം 8ൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആവുക. ഈ കാണുന്ന ബാറിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് നമുക്ക് ഡയറക്റ്റായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്കതിന് മുന്നേ തന്നെ ഫ്രീക്യാമിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രീക്യാം 8 എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് സ്ക്രീൻ സൈസ് സെറ്റ് ചെയ്യാനും സെലക്റ്റഡ് ഏരിയ റെക്കോർഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യാനും സിസ്റ്റം സൗണ്ട് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. പിന്നെ ഫ്രീക്യാമിൽ നമുക്ക് നമ്മുടെ മൗസ് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് കാണാം. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യാനും പിന്നെ നമ്മുടെ ഓഡിയോ പോളിഷ് ചെയ്യാനുമുള്ള സൗകര്യങ്ങളുണ്ട്. അടുത്തതായി നമുക്ക് ഫ്രീക്യാമിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഫ്രീക്യാമിൽ നമുക്ക് റെക്കോർഡിങ്ങിന് ശേഷം ഡയറക്റ്റായി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അടുത്തതായി നമുക്ക് ഫ്രീക്യാമിൻ്റെ പ്രോ വേർഷൻ കാണാൻ സാധിക്കും. ഇതിൽ കുറേ പ്രീമിയം ഫീച്ചേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ 14 days ഫ്രീ ട്രയൽ അവൈലബിളും ആണ്. ഇനി നമുക്ക് ഡൗൺലോഡ് എന്ന ഓപ്ഷനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി താഴെ കാണുന്ന ബാറിൽ ടൈപ്പ് ചെയ്ത് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കാണുക. ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പായ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലെ മൈ ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ഫ്രീക്യാം 8 എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫ്രീക്യാം 8 എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേയിൽ ഫ്രീക്യാം 8 എന്ന സോഫ്റ്റ്വെയർ കാണാൻ സാധിക്കും. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് കാണുക. ഇവിടെ 2 ഓപ്ഷനാണുള്ളത്, ക്രിയേറ്റും റീസെൻറ്റ് റെക്കോർഡിങ്ങും. റീസെൻറ്റ് റെക്കോർഡിങ്സിൽ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ഡാറ്റയൊക്കെ കാണാൻ പറ്റും. ഇനി നമുക്കൊരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ക്രിയേറ്റ് ഓപ്ഷൻ എടുക്കുക. അതിൽ ന്യൂ റെക്കോർഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രെയിമാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഫ്രെയിമിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന റെഡ് ഐക്കണിൽ നമുക്ക് സ്റ്റാർട്ട് പോസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനടുത്ത് തന്നെ മൈക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് വോയിസ് ഓവർ ചെയ്യാം. മൈക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ അപ്പുറം നമുക്ക് സ്ക്രീൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനാണുള്ള ഫുൾ സ്ക്രീൻ സെലക്റ്റഡ് ഏരിയ വേണമെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിനടുത്തായിട്ട് തന്നെ നമുക്ക് സെറ്റിങ്സ് കാണാം. സെറ്റിങ്സിൽ ജനറൽ സെറ്റിങ്സ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഉണ്ട്. ജനറൽ നമുക്ക് ഷോർട്ട് കീസ് സെറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പോസ് ചെയ്യാനോ റീസ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് മൈക്രോഫോൺ എനേബിൾ ചെയ്യാനുള്ള സൗകര്യമാണുള്ളത്. അതിൽ നമുക്ക് മൈക്രോഫോൺ എനേബിൾ ചെയ്ത് അതിൻ്റെ വോയിസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം സിസ്റ്റം സൗണ്ട് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അടുത്ത ഓപ്ഷൻ അഡ്വാൻസ്ഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ന്യൂ വിൻഡോ റെക്കോർഡിംഗ്, ഷോ സിസ്റ്റം ട്രൈ ഐക്കൺ, അതോടൊപ്പം തന്നെ മൗസ് ഇൻഡിക്കേഷൻസ് ലൈക്ക് ഹൈലൈറ്റ് മൗസ്, മൗസ് ക്ലിക്കിംഗ് സൗണ്ട് എല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ഓപ്ഷൻ ക്യാൻസലാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ റെക്കോർഡിംഗ് ക്യാൻസൽ ചെയ്യാം. അടുത്തതായി ഫ്രീക്യാം 8 ഉപയോഗിച്ച് നമുക്കൊരു സ്ക്രീൻ റെക്കോർഡിംഗ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റാക്കി വയ്ക്കുക. ഫ്രെയിമിൻ്റെ സൈസ് അതിന് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെയുള്ള റെഡ് ഐക്കണിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പോസ് ചെയ്യാനും അവിടെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഒരു മോക്ക് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ വേണ്ട കാര്യങ്ങൾ ഉള്ളിൽ ടൈപ്പ് ചെയ്യാനോ അത് സ്ക്രോൾ ഡൗൺ ചെയ്ത് റെക്കോർഡ് ചെയ്യാനോ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൈക്ക് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാനും അത് അൺമ്യൂട്ട് ചെയ്യാനും സാധിക്കും. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഏറ്റവും ലാസ്റ്റ് വീഡിയോ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഡണ്ണോ എസ്കേപ്പോ അടിച്ച് വീഡിയോ പ്രിവ്യൂ കാണാം. അതിന് മുകളിലായിട്ട് നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ മെയിനായിട്ടുള്ളത് ഡിലീറ്റ് ചെയ്യാനും സൈലൻ്റ് ആക്കാനും ട്രിം ചെയ്യാനും നോയ്സ് റിമൂവ് ചെയ്യാനും വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും എഫക്ട്സ് ആഡ് ചെയ്യാനും സാധിക്കും. ഇനി ഇങ്ങനെ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനാദ്യം നമ്മൾ ഒരു പോർഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഏരിയ പോയിട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഏരിയ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വോയിസ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, കൂട്ടാനോ
കുറയ്ക്കാനും ഇവിടെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും സെലക്ട് ചെയ്ത ഏരിയ ബേസ് ചെയ്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എഡിറ്റിംഗ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കിത് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സൗകര്യം ഫ്രീ ക്യാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ സേവ് ചെയ്യുകയാണ്. അപ്പോൾ സേവ് ചെയ്യാൻ നമുക്ക് ഫയൽ നെയിം ചെയ്ത് ഫയലിലേക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മോക്ക് വീഡിയോ നമുക്കൊന്ന് കാണാം. ഇത്രയും ഡീറ്റെയിൽസാണ് ഫ്രീ ക്യാം 8 എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.